പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച്. അതായത് ഇത്രയും കാലം പാകിസ്ഥാൻ പ്രചരിപ്പിച്ചതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി രാവിലെ പുലർച്ചെ ഒരു 4 മണിക്ക് ശേഷമാണ്. അത് ഒരു വലിയ വീഡിയോ ആണ്, അതിൽ കുറച്ച് ഭാഗമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. 4 മണിക്ക് ശേഷം ഇന്ത്യ ആക്രമിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ മിലിറ്ററി തീരുമാനിക്കുന്നു. എന്നാൽ ഈ ആക്രമണത്തിന് 1 മണിക്കൂർ ഉള്ളപ്പോൾ അത് മാത്രം അവശേഷിക്കെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച്, അതായത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ്, സമയമൊക്കെ നിശ്ചയിച്ച് റെഡിയായിരിക്കുന്നു. എന്നാൽ അവരാക്രമിക്കുന്നതിന് മുമ്പ് ആ ദിവസം ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ആക്രമിച്ചു. ആ തവണ ബ്രഹ്മോസ് മിസൈലാണ് ഉപയോഗിച്ചതെന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തുറന്ന് സമ്മതിക്കുകയാണെന്നേ. ബ്രഹ്മോസ് മിസൈലിന് ഇതിനേക്കാൾ ഒരു പ്രമോഷൻ ഇനി കിട്ടാനുണ്ടോ? പാകിസ്ഥാന്റെ വേരിയസ് പ്രവിശ്യകളിലാണ് ആക്രമണം നടത്തിയത്, പല സ്ഥലങ്ങളിൽ, ഒരിടത്തല്ല. അതും റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് റാവൽപിണ്ടി എന്ന് പറയുന്നത്, അവരുടെ എയർബേസുകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. മാത്രമല്ല അവിടെയാണ് ഈ ആണവായുധം പ്രയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള കൺട്രോളുകൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. റാവൽപിണ്ടിയിലാണ് അതിന്റെ കൺട്രോളർ യൂണിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ അടക്കം ഇന്ത്യ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ്. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമിച്ചത്. ഇവിടെ വളരെ വ്യക്തമാവുന്ന കാര്യം, ഒന്ന്, ഇത്രയും ദിവസം പാകിസ്ഥാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് അവരുടെ പ്രധാനമന്ത്രി തന്നെ അറിയാതെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യ നടത്തിയ ആക്രമണം, ഈ ആക്രമണത്തിന് ശേഷമാണ് വെടിനിർത്തൽ ഉണ്ടായത്. ഇതും നമ്മൾ മനസ്സിലാക്കണം. 10-ാം തീയതി നടന്ന ഈ ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഉടനെ തന്നെ ഇന്ത്യയെ വിളിച്ച് കാല് പിടിക്കുന്നത്. പാകിസ്ഥാൻ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അമേരിക്കയെ വിളിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളെ വിളിച്ചു. അപ്പൊ ഇതിൽ പല രാജ്യങ്ങളും ഇന്ത്യയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഇത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളുടെ യുദ്ധം തീവ്രവാദികൾക്കെതിരാണ്. ഞങ്ങൾ പാകിസ്ഥാൻ മിലിറ്ററി അല്ല ആക്രമിച്ചത്, ഞങ്ങൾ ആദ്യം ആക്രമിച്ചത് തീവ്രവാദികളെയാണ്. പക്ഷെ അവർ തിരിച്ച് ഞങ്ങളുടെ മിലിറ്ററി ബേസുകളെ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവരുടെ ആ ആക്രമണത്തെ ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെങ്കിലും അവർ ഞങ്ങളുടെ മിലിറ്ററി ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഒരു തിരിച്ചടി വീണ്ടും കൊടുത്തു. അപ്പോൾ വീണ്ടും അവർ നമ്മളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. ആ സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എയർബേസുകൾ അടക്കം സകലതും ഞങ്ങൾ തകർത്തു. അത്രേ ഉള്ളൂ. ഇനി വെടിനിർത്തൽ ആവശ്യമാണെങ്കിൽ പാകിസ്ഥാൻ നേരിട്ട് ഞങ്ങളെ വിളിക്കണം, അവർ വിളിച്ച് പറയട്ടെ, നമുക്ക് സംസാരിക്കാം, നമ്മുടെ മിലിറ്ററിയുമായിട്ട് സംസാരിക്കാം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഈ രാജ്യങ്ങൾ എന്ത് ചെയ്തു? പാകിസ്ഥാനെ ഇത് അറിയിച്ചിട്ടുണ്ടാകണം, നിങ്ങൾ നേരിട്ട് വിളിച്ചോളൂ. അപ്പൊ ട്രംപ് പറഞ്ഞാണ്, ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ട്രംപിന്റെ തള്ളുകളാണ് ഇതിലെ ഇടയിൽ ഏറ്റവും വലിയ കോമഡി. എന്തായാലും അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ വിളിക്കുന്നു, വെടിനിർത്തലിനായിട്ട് അവർ സന്നദ്ധത അറിയിക്കുന്നു. അതിനിടയിൽ പല ചർച്ചകളും നടന്നു കാണും. ഒടുവിൽ താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കുകയാണ്, പൂർണ്ണമായിട്ടല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വയം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഓപ്പറേഷൻ സിന്ദൂറിൽ 10-ാം തീയതി, അതായത് അവസാന അടി ഇന്ത്യയുടേതായിരുന്നു. ഇന്ത്യ അവരുടെ എയർബേസുകൾ അടിച്ച് തകർത്തതോടെയാണ് വെടിനിർത്തലിന് തയ്യാറായിട്ട് അവര് മുന്നോട്ട് വന്നത് എന്ന് ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബ്രഹ്മോസ് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടു. മാത്രമല്ല ഇന്ത്യ ക്ലെയിം ചെയ്ത പോലെ തന്നെ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, HQ-9 അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ക്ലെയിം ഇന്ത്യയുടെ S-400 തകർത്തു, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ നടത്തിയ ക്ലെയിംസ് എല്ലാം തന്നെ പച്ചക്കള്ളമാണെന്നും തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവസാന ആക്രമണം ഇന്ത്യയുടേതായിരുന്നു. ഇതിനുശേഷം പാകിസ്ഥാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിട്ട് വേണ്ടേ ഇങ്ങോട്ട് അടിക്കാൻ. അപ്പൊ അത് ആ അവസാന ആക്രമണത്തോട് കൂടിയിട്ട് അവര് പത്തി മടക്കി എന്ന് ആ ടൈം പീരീഡ് നോക്കിയാൽ നമുക്കറിയാം. അപ്പോ ഈ ഒരു വസ്തുത പാകിസ്ഥാന്റെ വായിൽ നിന്ന് തന്നെ അങ്ങനെ ലോകം കേട്ടിരിക്കുകയാണ്. ഇത്രയും നാള് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ S-400 തകർത്തു, ഇന്ത്യയുടെ ബേസുകൾ തകർത്തു, അതെല്ലാം വ്യാജമാണെന്ന് തെളിയുകയും, എന്നാൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ സത്യമാണെന്ന് പാകിസ്ഥാൻ സ്വയം സമ്മതിച്ചിരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വാഗൊണ്ട് അദ്ദേഹത്തിന് ഇനി നിഷേധിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ സ്വന്തം വാഗൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.